നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ 17/6/2017 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടന്ന തിരുവനന്തപുരം ജില്ലയിലേക്കും മലപ്പുറം ജില്ലയിലേക്കും നടന്ന LD ക്ലർക്ക് പരീക്ഷയിലെ ഗണിത വിഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ തന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 1200, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 10100, ഓപ്ഷൻ ഡി 10500. ഇത്തരമൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ n-നെ n+1 കൊണ്ട് ഗുണിക്കുക. അതായത് n × n+1. ഇവിടെ നമ്മൾ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ n+1 എന്ന് പറയുന്നത് 101 ആയിരിക്കും. ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക കാണാൻ 100-നെ 101 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 10100 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 10100. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിനു വേണ്ടിയുള്ള സമവാക്യം മാത്രമാണ്. അത് വ്യക്തമായി ഹൃദയസ്ഥമാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കും. കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് നിക്ഷേപിച്ചത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 1000 രൂപ, ഓപ്ഷൻ ബി 5000 രൂപ, ഓപ്ഷൻ സി 10000 രൂപ, ഓപ്ഷൻ ഡി 15000 രൂപ. ഇവിടെ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണമെങ്കിൽ എക്സ് ഉപയോഗിച്ച് ചെയ്യാം. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടുപേരും ഒരേ തുകയാണ് 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചത്. ഒരാൾ സാധാരണ പലിശയ്ക്കും ഒരാൾ കൂട്ടുപലിശയ്ക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഹരി ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരിക്ക് അതിന് കിട്ടിയ സാധാരണ പലിശ എത്രയാണ്? 10%. ഒന്നാം വർഷം 10% കിട്ടും, രണ്ടാം വർഷവും കിട്ടുന്നത് 10% ആയിരിക്കും. അതായത് ഹരിക്ക് 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പലിശ എന്നുള്ളത് തുകയുടെ 20%. എന്നാൽ അനസ് തൻ്റെ തുക നിക്ഷേപിച്ചത് കൂട്ടുപലിശയ്ക്കാണ്. അപ്പോൾ അനസിന് ആദ്യത്തെ വർഷം 10% പലിശ കിട്ടും, രണ്ടാമത്തെ വർഷവും 10% പലിശ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ആദ്യ വർഷം കിട്ടിയ 10% തുകയുടെ കൂടെ ചേരുമ്പോൾ ആ 10%-ൻ്റെ 10% കൂടെ കിട്ടും. അതായത് 10%-ൻ്റെ 10% 1 അതുകൊണ്ട് തന്നെ അനസിന് മൊത്തം 21% കിട്ടും. അതായത് അനസ് നിക്ഷേപിച്ച തുകയുടെ 21% പലിശ കിട്ടും. അപ്പോൾ ഹരിക്ക് കിട്ടിയത് 20%, അനസിന് കിട്ടിയത് 21%. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടി. അതായത് ഇവിടെ നമ്മൾ ചെയ്തത്രയും നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഹരിക്ക് 20%-വും അനസിന് 21%-വും കിട്ടിയിട്ടുണ്ട്. അതായത് അവർ തമ്മിലുള്ള വ്യത്യാസം 1%. ഈ 1% നമുക്ക് തന്നിരിക്കുന്നത് ചോദ്യത്തിൽ 100 രൂപ കൂടുതൽ കിട്ടിയെന്ന്. അതായത് 1% എന്നുള്ളത് 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 ആണെങ്കിൽ 100 കാണാൻ 100-നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 100% എന്നുള്ളത് 10000 രൂപ എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും ഓപ്ഷൻ സി 10000 രൂപ. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു മാർഗമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്. √2-ന്റെ പകുതി √k എങ്കിൽ kയുടെ വില എത്ര? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1/2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 2. ഇവിടെ നമ്മൾ ചോദ്യത്തിൽ ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു √2-ന്റെ പകുതി √k. അതായത് √2-നെ 2 കൊണ്ട് ഹരിച്ചാൽ √k കിട്ടും. അടുത്തതായി നമുക്ക് അറിയാവുന്ന ഒരു നിയമമാണ്. 2-നെ നമുക്ക് √2 ഗുണം √2 എന്ന് എഴുതാം. അടുത്തതായി നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് √2/2 = √k. ഇവിടെ 2-ന്റെ സ്ഥാനത്തേക്ക് നമുക്ക് √2 ഗുണം √2 എന്ന് കൊടുക്കാം. അതായത് √2/√2 × √2 = √k എന്ന് കിട്ടും. ഇവിടുന്ന് അംശത്തിലെ √2-ഉം ഛേദത്തിലെ ഒരു √2-ഉം തമ്മിൽ വെട്ടിപ്പോയിട്ട് നമുക്ക് 1/√2 = √k എന്ന് കിട്ടും. ഇവിടെ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് kയുടെ വില എത്ര എന്നാണ്. നമുക്കറിയാം 2-നെ എഴുതിയതുപോലെ തന്നെ നമുക്ക് kയെയും √k × √k എന്ന് എഴുതാം. അതായത് k = √kയുടെ സ്ഥാനത്ത് വില ഇട്ട് കൊടുക്കുക. √k എന്ന് പറയുന്നത് 1/√2 ആണ്. അങ്ങനെ k = 1/√2 × 1/√2 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് k = 1/2 എന്ന് കിട്ടും.
അതായത് അംശത്തിലെ 1 ഗുണിച്ച് 1 √2 തമ്മിൽ ഗുണിച്ച് 2 കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 1/2. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടു നോക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: ഒരു ചടങ്ങിൽ വെച്ച് 2 വോളിബോൾ ടീമംഗങ്ങളായ 6 പേർ വീതം പരസ്പരം കൈകൊടുത്താൽ ആകെ എത്ര ഷേക്ക് ഹാൻഡ് ഉണ്ടാകും? ഓപ്ഷൻസ് തന്നിരിക്കുന്നു, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 12. ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. പരസ്പരം കൈ കൊടുത്താൽ ആകെ ഷേക്ക് ഹാൻഡ് കാണാൻ n-നെ n-1 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 2 കൊണ്ട് ഹരിക്കുക. അതായത് n×n-1/2. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പരസ്പരം കൈ കൊടുത്ത ആൾക്കാരുടെ എണ്ണം 6, അതായത് n = 6. അവിടുന്ന് n×n-1/2 സമം ഇവിടെ n-ന്റെ വിലയായിട്ടുള്ള 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6 × 6 - 1/2. അവിടുന്ന് 6 × 6 - 1 5 എന്ന് കിട്ടും. അതായത് 6 × 5/2 എന്ന് കിട്ടും. അവിടുന്ന് 6ഉം 5ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 30 എന്ന് കിട്ടും. അവിടുന്ന് 30/2 കിട്ടി. അവിടുന്ന് നമുക്ക് ഉത്തരം 15 എന്ന് കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും ഓപ്ഷൻ സി 15. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ വളരെ വേഗത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള ഒരു സമവാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഹൃദയസ്ഥമാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ. പലിശ നിരക്ക് എത്ര? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഓപ്ഷൻ എ 12%, ഓപ്ഷൻ ബി 1%, ഓപ്ഷൻ സി 100%, ഓപ്ഷൻ ഡി 10%. ഇതിന്റെ ഉത്തരം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പറയാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. ആദ്യം ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ എഴുതുക. അതായത് 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണെങ്കിൽ നമുക്ക് 1 രൂപ എന്ന് പറയുന്നത് അറിയാം 100 പൈസയാണ്. അപ്പം നമുക്ക് എഴുതാം 100 പൈസയ്ക്ക് 1 മാസം 1 പൈസ പലിശ. 1 മാസം 1 പൈസയാണ് പലിശയെങ്കിൽ നമുക്കറിയാം 12 മാസത്തേക്ക് 12 പൈസയായിരിക്കും പലിശ. അതായത് 100 പൈസയ്ക്ക് 12 മാസം, അതായത് 1 വർഷത്തേക്കുള്ള പലിശ 12 പൈസ. 100 പൈസയ്ക്കാണ് 12 പൈസ. അതായത് നമുക്കപ്പോൾ മനസ്സിലാക്കാം 1 രൂപയ്ക്ക് 1 വർഷത്തേക്കുള്ള പലിശ 12 പൈസ. ഈ 12 പൈസയെ നമുക്ക് രൂപയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പറയാം 1 രൂപയ്ക്ക് 1 വർഷത്തെ പലിശ 0.12 രൂപ. 1 രൂപയ്ക്ക് 0.12 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് 12 രൂപ. അതായത് 100 രൂപയ്ക്ക് 12 രൂപ 1 വർഷത്തേക്ക് പലിശ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പലിശ നിരക്ക് എത്ര കിട്ടി? 12% കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 12%. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 1 രൂപയ്ക്കുള്ള പലിശയെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? 100 രൂപയിലേക്ക് മാറ്റണം. അതായത് 1 വർഷത്തേക്കുള്ള 100 രൂപയുടെ പലിശയാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം വളരെ വേഗത്തിൽ തന്നെ കിട്ടുന്നതാണ്. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടു നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്